ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റെക്ടിഫയേഴ്സ് ആയിരുന്നു, അതായത് ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ ഒക്കെ. എന്നാൽ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? പൾസേറ്റിംഗ് ഡി സി ആണ്. നമുക്ക് ഒറിജിനൽ നമുക്ക് എ സിയിൽ നിന്ന് ഡി സി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയോ? ഇല്ല. ബിക്കോസ് അവിടെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1.21 അല്ലെങ്കിൽ 0.48 ഒക്കെ ആയിരുന്നു അവിടുത്തെ റിപ്പിൾ ഫാക്ടേഴ്സ്. അത് ഒരുപാട് കൂടുതലാണ് റിപ്പിൾസ് എന്ന് പറയുന്നത്. അവിടെ റിപ്പിൾസിന്റെ സാന്നിധ്യം ഉണ്ട് എവിടെ? ഔട്ട്പുട്ടിൽ. അപ്പൊ ആ റിപ്പിൾസിനെ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ഫിൽറ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്ടർ ഫിൽറ്ററും അതേപോലെ തന്നെ കപ്പാസിറ്റർ ഫിൽറ്ററുമാണ്. എന്താണ് ഫിൽറ്റേഴ്സ്? ഫിൽറ്റേഴ്സ് ചെയ്യുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നിന്നും അൺഡിസൈറബിൾ ആയിട്ടുള്ള എ സി കമ്പോണന്റിനെ റിമൂവ് ചെയ്യുന്നു. അതായത് ഇതാണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഫിൽറ്റർ സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഈ ഫിൽറ്റർ സർക്യൂട്ട് വഴി പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒറിജിനലായിട്ട് നമുക്ക് കിട്ടേണ്ട എന്താണ്? ഇങ്ങനെ ഒരു ഡി സി വാല്യൂ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട് അല്ലെങ്കിൽ 3 വോൾട്ട് ആണെങ്കിൽ 3 വോൾട്ട് ഒരു ഡി സി നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്കുടനെ അറൗണ്ട് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വളരെ ചെറിയൊരു റിപ്പിൾസ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഓൾമോസ്റ്റ് എന്തായിരിക്കും? ആ ഒരു സ്ട്രെയിറ്റ് ലൈന് ആയിരിക്കും. പക്ഷെ there exists some ripples, കുറച്ച് റിപ്പിൾസ് കാണും. ഇതാണ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? മിനിമൈസ് ചെയ്യുന്നു എ സി കമ്പോണന്റിനെ റിസീവർ ഔട്ട്പുട്ടിൽ. അതേപോലെ തന്നെ ഡി സിനെ മാത്രമേ ഇവിടെ ലോഡിലേക്ക് പാസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഫിൽറ്റർ സർക്യൂട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിന്റെ കോമ്പിനേഷൻസ് ഇൻഡക്ടറും റെസിസ്റ്ററും കൂടെ, കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടെ, അതേപോലെ തന്നെ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും കൂടെ. അപ്പൊ അങ്ങനെ നമ്മൾ കോമ്പിനേഷൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻഡക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they will allow DC and blocks AC. DC-നെ എന്ത് ചെയ്യും? പാസ് ചെയ്യും. അതുപോലെ തന്നെ എ സിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അതേപോലെ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിനെ അലൗ ചെയ്യും, അതുപോലെ തന്നെ ഡി സിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ്, അത് നമ്മൾ പറയുന്ന റിയാക്ടൻസ് ആണ്. റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു 2ωL ആണ്. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ 2ωL, ദാറ്റ് മീൻസ് ഫ്രീക്വൻസി, ഒമേഗ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ഒമേഗ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് കൂടുന്നു. ഫ്രീക്വൻസി കൂടുന്നത് എപ്പോഴാണ്? എ സി ആവുമ്പോൾ. അപ്പൊ എ സി കൂടുമ്പോൾ റിയാക്ടൻസ് കൂടുന്നു. അപ്പൊ റിയാക്ടൻസ് കൂടുക എന്ന് വെച്ചാൽ മീനിങ് എന്താ? ബ്ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുക എന്ന് വെച്ചാൽ മീനിങ് എന്താ? ബ്ലോക്ക് ചെയ്യുക. അതേപോലെ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? XC is equal to 1/2ωc എന്നുള്ളതാണ്. അപ്പം 1/2ωc എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വന്നു? ഫ്രീക്വൻസി കൂടുമ്പോൾ ഉടനെ എന്താ സംഭവിക്കുന്നത്? റിയാക്ടൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് അലൗസ് എ സി. എ സിനെ എന്ത് ചെയ്യും? അലൗ ചെയ്യും. അപ്പം ഉറപ്പായിട്ടും ഡി സിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ദെൻ ഫസ്റ്റ് വൺ ഇൻഡക്ടർ ഫിൽറ്റർ. അപ്പോൾ ഇൻഡക്ടർ ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം ഇതാണ്. ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തു, ദെൻ ലോഡ് റെസിസ്റ്റർ, യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ഹിയർ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിനെ എടുത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഫിൽറ്റർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്? ഇൻഡക്ടർ എ സിനെ ബ്ലോക്ക് ചെയ്യുന്നു, ഡി സിനെ പാസ് ചെയ്യുന്നു. അതല്ല ഇൻഡക്ടറിന്റെ പ്രത്യേകത. അപ്പോൾ ഇതുവഴി എന്ത് മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ? ഡി സി മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. ആൻഡ് യു വിൽ ഗെറ്റ് ദ ഡി സി അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഡി സി കിട്ടും. ഇതിന്റെ റിപ്പിൾ ഫാക്ടറിന്റെ ഇക്വേഷൻ RL/3√2ωL എന്നുള്ളതാണ് ഇൻഡക്ടർ ഫിൽറ്ററിന്റെ റിപ്പിൾ ഫാക്ടറിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? റിപ്പിൾസ് എപ്പോഴാണ്? റിപ്പിൾ ഫാക്ടറിനെ കൂട്ടുകയാണോ ചെയ്യേണ്ടത്? നമുക്ക് കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത്? റിപ്പിൾ ഫാക്ടറിനെ നമുക്ക് കുറയ്ക്കണം. അതായത് റിപ്പിൾസ് കാണാൻ പാടില്ല. റിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? എ സി ആണ്. അപ്പൊ എ സിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഔട്ട്പുട്ട് കാണാൻ പാടില്ല. അപ്പൊ ഔട്ട്പുട്ട് കാണാതിരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? റിപ്പിൾ ഫാക്ടർ നമുക്ക് കുറയ്ക്കണം. റിപ്പിൾ ഫാക്ടർ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോഡ് റെസിസ്റ്റർ കുറയണം, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് കൂടണം. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് കുറയാന്ന് വെച്ചാൽ മീനിങ് എന്താ? ലോഡ് റെസിസ്റ്റൻസ് കുറഞ്ഞു, ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇതുവഴി ഒഴുകുന്ന കറണ്ട് കൂടത്തില്ലേ? അപ്പോ ഇൻഡക്ടർ ഫിൽറ്റർ എഫക്റ്റീവ് ആകുന്ന എവിടെയാണ്? ഈ ലോഡ് കറണ്ട് ഹൈ ആകുന്ന കേസസിൽ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തു. ഓക്കെ, ദെൻ
എൽ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഈ ഇൻഡക്റ്റൻസ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ റിപ്പിൾസ് കുറയും, അത് ശരിയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇൻഡക്റ്റൻസ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ റെസിസ്റ്റൻസും കൂടും. ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഉടനെ ഈ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടേണ്ട വോൾട്ടേജ് കുറയും. കാരണം ഇവിടെ കുറച്ച് വോൾട്ടേജ് എന്ത് ചെയ്യും? ഡ്രോപ്പ് ആയിട്ട് പോകും. മനസ്സിലായല്ലോ? അതായത് ഈ ഡി സി വോൾട്ടേജ്, ഔട്ട്പുട്ടിൽ കിട്ടേണ്ട ഡി സി വോൾട്ടേജ് കുറയും. കാരണം എന്താണ്? ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടി. ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് കിട്ടേണ്ട ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിന്ന് കുറച്ച് വോൾട്ടേജ് എവിടെ ഡ്രോപ്പ് ആയി പോകും? ഈ ഇൻഡക്ടറിന് അക്രോസ് ഡ്രോപ്പ് ആയിട്ട് പോകും. അതേപോലെ തന്നെ ഇൻഡക്ടർ ഫിൽറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇൻഡക്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഉണ്ടാകുന്ന ചേഞ്ച് ഓഫ് കറണ്ടിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ചേഞ്ച് ഓഫ് കറണ്ട് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? AC, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതിനെ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡക്ടർ ഫിൽറ്റർ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഈ ലോഡ് റെസിസ്റ്റൻസ് കുറയുന്ന കേസസിൽ. അപ്പൊ ആ കേസസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഇൻഡക്ടർ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കപ്പാസിറ്റർ ഫിൽറ്റർ. എന്താണ് കപ്പാസിറ്റർ ഫിൽറ്റർ? സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയാണ്? നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിനെ എടുക്കുന്നു, കപ്പാസിറ്റർ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു, ദെൻ ലോഡ് റെസിസ്റ്റർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് അലൗസ് എസിനെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു, DC-നെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ വരെ വന്നുവെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കൊണ്ട എന്ത് സംഭവിക്കുന്നു? AC മൊത്തം എങ്ങോട്ട് പോകുന്നു? ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്തു പോകുന്നു. This capacitor will bypass the AC to the ground. AC-നെ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യുന്നു. കാരണം AC മൊത്തം എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലൗസ് AC ആണ്. അപ്പൊ AC-നെ അലൗ ചെയ്തു, ദാറ്റ് മീൻസ് പാസ് ടു ദ ഗ്രൗണ്ട്, അത് ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ മിച്ചമുള്ള എന്താണ്? DC കമ്പോണന്റ്. ആ DC കമ്പോണന്റ് ഇതുവഴി പാസ് ചെയ്യുന്നു? ഈ ലോഡ് റെസിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 1/4√3 FC/RL എന്നാണ്. അപ്പം റിപ്പിൾ ഫാക്ടർ നമുക്ക് കുറയ്ക്കണമെങ്കിൽ എന്താ നമുക്ക് ചെയ്യുന്നത്? കപ്പാസിറ്റൻസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ റിപ്പിൾ ഫാക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അതുവഴി റിപ്പിൾസ് കുറയുകയും നമുക്ക് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള DC ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ ആയിരിക്കും മിക്കവാറും ഒക്കെയുള്ള സർക്യൂട്ടിന്റെ റെക്ടിഫയറിന് ശേഷം നമ്മൾ കണക്ട് ചെയ്യുന്നത്. Okay, thank you. Then we will discuss more about the combination of this capacitor inductor filter in the next class. So thank you. Stay happy.